ശിവ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ? ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള യോഗം ശാലിനിക്കുണ്ടായില്ല. അതൊരു വിധിയാ. നിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളതുകൊണ്ട് അച്ഛനും അമ്മയും ആലോചിച്ചെടുത്ത തീരുമാനം പറയട്ടെ. വേണ്ട, ഞാൻ പറയാം. അമ്മാമ്മയുടെ മകൾ ശ്രീജയെ ഞാൻ വിവാഹം കഴിക്കണം. എന്നിട്ട് സൗദിയിൽ അവരോടൊപ്പം സുഖമായിട്ട് ജീവിക്കണം. അമ്മാമ്മയോടുള്ള കടപ്പാട് അങ്ങനെ നിറവേറ്റണം. ഇത്തരം കഥകളൊന്നും എന്നോട് പറയണ്ട. ശാലിനി എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കണ്ടുപിടിച്ചിരിക്കും. എന്റെ ഭാര്യയായി ഞാനിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യും. എന്റെ പ്രവാസ ജീവിതം കൊണ്ട് ഇനി ഇവിടെ ആരും സുഖിച്ച് ജീവിക്കണ്ട. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. അപ്പോ പെറ്റ തള്ളയേക്കാൾ വലുതാണല്ലേ നിനക്ക് ഇന്നലെ കണ്ട പെണ്ണ്? ഇന്നലെ കണ്ട പെണ്ണോ? ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ വിരൽത്തുമ്പി പിടിച്ച് എന്നെയും കൊണ്ട് നടന്നവളല്ലേ. ചെറുപ്പത്തിലെ എടുത്തൊരു പടം കണ്ണാടിയിട്ട് പൂമാല ചാർത്തി ചുമരിൽ ആണിയടിച്ച് സമാധാനിക്കുമായിരുന്ന ഒരു ശിവൻകുട്ടിയുടെ ഓർമ്മ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു. ഇന്നീ വേഷത്തിൽ എന്നെ ഇവിടെ ജീവനോടെ നിർത്തിയത് അവളാണെങ്കിൽ അവളില്ലാത്തൊരു വിഷുവും ഇങ്ങോട്ട് വരില്ല.